സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. നമ്മുടെ UK ലക്ഷ്മിക്ക് മിക്കവാറും നല്ല 8ന്റെ പണി ഈ ഒരു വീക്കെൻഡിൽ കിട്ടാനുള്ള സകല സാധ്യതകളുമുണ്ട്. ഡയറക്റ്റ് അല്ലേ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് വായിൽ നിന്ന് അബദ്ധത്തിൽ കുറച്ച് സംഭവങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയതുപോലെ ഒരു റെഡ് കാർഡ്, ഒരു സ്ട്രൈക്ക് കാർഡ് കിട്ടാനുള്ള സകല സാധ്യതകളുമുണ്ട്. അത് ഏത് രീതിയിൽ ലക്ഷ്മിക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും, ബിഗ് ബോസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അനുസരിച്ചിരിക്കും ഈ ഒരു പ്രശ്നത്തിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രേക്ഷകരൊക്കെ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. ഇന്നലത്തെ ആ ഒരു ഫാക്ടറി ടാസ്കിന് ശേഷം അക്ബർ ഖാനും അതുപോലെ നൂറയും ചേർന്ന് നടക്കുന്ന ഒരു വാക്ക് തർക്കത്തിനിടയിൽ ലക്ഷ്മി കൂടി ഇടപെട്ടിട്ട് നമ്മുടെ അക്ബർ ഖാന്റെ അടുത്ത് ലക്ഷ്മി വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു കയറുകയാണ്. വേറൊന്നുമല്ലത് അക്ബറിനെതിരെയോ ചേർത്തോ മോശമായിട്ടോ ഒന്നും അല്ല സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ സൈഡിൽ ഇരുന്ന് ആദിലയും നൂറയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഉണ്ടായത് ലക്ഷ്മിയുടെ സൈഡിൽ നിന്നും. അത് അക്ബർ ഖാൻ ലക്ഷ്മിയോട്, അല്ലെങ്കിൽ ലക്ഷ്മി അക്ബർ ഖാന്റെ ഗെയിമിനെ തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു ആർഗ്യുമെന്റ്സിൽ അക്ബർ ഖാൻ എന്തോ മോശമായി സംസാരിച്ചു, തടസ്സപ്പെടുത്തിയത് കയ്യിൽ കയറി പിടിച്ചു അല്ലെ മടിയിൽ കയറി ഇരുന്നോ എന്നൊക്കെ ഒരു ചോദ്യം ഉയർന്നിരുന്നു. അപ്പം അത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്, വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി മുന്നോട്ട് വന്ന് സ്ത്രീകൾക്കെതിരെ തന്നെ ഇത്ര മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. എന്താണെന്ന് പറയാം, സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാനൊന്നും ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അവളുടെ സപ്പോർട്ടും വാങ്ങി നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. ജോലി ചെയ്ത് തന്നെ നിൽക്കുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേനെ. ഇത് വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവളുമാർ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദിലയും നൂറയും ലക്ഷ്യമാക്കി അക്ബർ ഖാന് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. കേട്ടിരിക്കുന്നവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും അത് കേട്ട ആദിലയ്ക്ക് പെട്ടെന്ന് ക്ലിക്കാക്കുകയും വളരെ ദയനീയ അവസ്ഥയിൽ നോക്കുന്നതും നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. അതിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു ക്ലാഷിനിടയിൽ നടക്കുന്ന സംസാരമായതുകൊണ്ട് മറ്റു കണ്ടസ്റ്റൻസ് ആരും അധികം കാര്യമായിട്ട് ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. എന്നാൽ കണ്ടിരുന്ന പ്രേക്ഷകരൊക്കെ ഇത് ശ്രദ്ധിക്കുകയും അത് അക്ബർ ഖാനുമായിട്ട് നടന്ന പ്രശ്നത്തിൽ എന്തിനാണ് ആദിലയും നൂറയും മാത്രം മോശമായി ചിത്രീകരിച്ചു കൊണ്ട് ലക്ഷ്മി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. അത് സ്വന്തം ഉള്ളിൽ കിടക്കുന്ന കുറച്ച് വിഷമോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് പ്രോഗ്രസീവ് ചിന്താഗതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ മോശമായിട്ടുള്ള ചിന്തകളാണ് ഉള്ളിൽ കിടക്കുന്നതെന്ന് അബദ്ധത്തിൽ പുറത്തേക്ക് വന്നതാണ്. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ ലാലേട്ടൻ ശക്തമായി തന്നെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒരിക്കലും ബിഗ് ബോസിന്റെ ടീം വെച്ച് പൊറപ്പിക്കുന്നതല്ല. അവർക്ക് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ എല്ലാ സീസണിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പണി കൊടുക്കാറുമുണ്ട്. കഴിഞ്ഞ ഒരു സീസണിൽ അഭിഷേകിന് കിട്ടിയതുപോലെ തന്നെ ലക്ഷ്മിക്ക് മിക്കവാറും ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് ഇത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ ചർച്ചയായിട്ടില്ലെങ്കിലും പുറത്തിത് ചർച്ചയായി തുടങ്ങുന്നുണ്ട്. കാരണം പ്രേക്ഷകരാണ് ഇത് കൂടുതലും ശ്രദ്ധിച്ചത്. ലക്ഷ്മിക്ക് അത് അവിടെ പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ബട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആദിലയും നൂറയും എയിം ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എയിം ചെയ്തുകൊണ്ടല്ല. മറ്റുള്ള എല്ലാവരെയും ചേർത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവരെ മാത്രം എയിം ചെയ്തുകൊണ്ട് അവരെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ഇതെല്ലാം എയിം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തീർത്ത് മോശമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരാഴ്ച എന്താണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് മിക്കവാറും നല്ല രീതിയിൽ ഒരു പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കിട്ടട്ടെ. അധികം മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും നമ്മൾ പ്രേക്ഷകരും എന്റർടൈൻ ചെയ്യുന്നതല്ല. മാന്യമര്യാദയ്ക്കുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഒരു വഴക്കിനിടയിൽ നടത്തുന്നതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇതുപോലെയുള്ള തീർത്തും മോശമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ UK പോയി ജീവിച്ച് പരിചയമുള്ള ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് എന്ന് പറയുന്ന ഒരാൾ തന്നെ ഇവിടെ വന്നിരുന്ന് അക്ബർ ഖാനെതിരെയും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ അവര് മോശമായിട്ട് സംസാരിക്കുന്നു, അവരുടെ വാക്ക് കൊണ്ട്, ഫുഡ് കഴിക്കുന്ന വായു കൊണ്ട് തന്നെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ വലിയ വായിൽ ഡയലോഗ് അടിച്ച ലക്ഷ്മി തന്നെ ഇത്രയും മോശമായി തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവരുടെ നിലവാരവും കാര്യങ്ങളും ഒക്കെ. എനിവേസ് നമുക്ക് നോക്കാം എന്താകുമെന്ന്. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.